മെട്രിക്സ് എന്ന മൊഡ്യൂളിൻ്റെ 12ാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ 12ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്, എന്നാലും ഇത് വേണമെങ്കിൽ നമുക്ക് 4 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ: പ്രൂവ് ദാറ്റ് ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ഈ 3/3 മെട്രിക്സ് എന്ന് പറയുന്നത് എക്സ് വൈക്ക് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് ഈക്വലൻ്റ് ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 4 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രൂവ് ദാറ്റ് എന്നോ ഇവാലുവേറ്റ് എന്നോ ഒക്കെ പറഞ്ഞൊരു മെട്രിക്സ് തന്നാൽ നിങ്ങൾ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ശ്രമിക്കണം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ശ്രമിക്കുക. ഫൈനലി നമ്മൾ വന്ന് നിൽക്കുന്നത് എക്സ് വൈ എന്ന ഒരു ആൻസറിലായിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ട് മുന്നോട്ട് പോവുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫൈനലി നമ്മൾ വന്ന് അവസാനിക്കുന്നത് എക്സ് വൈ എന്ന ഒരു ആൻസറിലായിരിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3/3 മെട്രിക്സിനകത്ത് ഇവിടെയൊക്കെ എക്സ് എന്നും വൈ എന്നൊക്കെ ഉണ്ട്. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ സാധാരണ പോലെ ഡിറ്റർമിനൻ്റ് കാണുക. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് മാത്രമാണല്ലോ ഡിറ്റർമിനൻ്റ് കാണാൻ എടുക്കുന്നത്. ഇതിപ്പോൾ 12ാമത്തെ ക്ലാസ് ആണ്. ഇനിയിപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെയാണെന്നൊന്നും വീണ്ടും പറയേണ്ട കാര്യമില്ല, എല്ലാം പല ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാണാൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്താൽ ആ റോയും കോളവും ക്യാൻസൽ ചെയ്താൽ ബാലൻസ് അവിടെ 1 + x 1 1 1 + y ഒരു 2/2 മെട്രിക്സ് ആയിട്ട് ബാക്കി കിടക്കും. രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ ആ കോളവും ആ റോയും ക്യാൻസൽ ചെയ്താൽ 1 1 1 1 + y എന്നൊരു 2/2 മെട്രിക്സ് കിട്ടും. മൂന്നാമത്തെ എലമെൻറ്റായ ഈ 1 എടുത്തു കഴിഞ്ഞാൽ ആ റോയും കോളവും ക്യാൻസൽ ചെയ്താൽ 1 1 + x 1 1 എന്നൊരു 2/2 മെട്രിക്സ് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാണേണ്ടത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ആ 2/2 മെട്രിക്സുകൾ ക്രിയേറ്റ് ചെയ്യാം. 1 ഇൻറ്റു ഒരു 2/2 മെട്രിക്സ് കിട്ടി. വീണ്ടും അഗെയിൻ -1 ഇൻറ്റു ഒരു 2/2 മെട്രിക്സ് കിട്ടി. +1 ഇൻറ്റു ഒരു 2/2 മെട്രിക്സ് കിട്ടി. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റും എടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു 2/2 മെട്രിക്സുകൾ ഇങ്ങനെ ക്രിയേറ്റ് ആയി കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: 1 ഇൻറ്റു ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ഇൻറ്റു ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് +1 ഇൻറ്റു ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ 2/2 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ 1 + x ഇൻറ്റു 1 + y എന്നാണ്. ഈ ഒരു 2/2 മെട്രിക്സ് മാത്രം എടുക്കുക. ഇപ്പോൾ ഇതിനെപ്പറ്റി മാത്രം പറയാം. 1 + x ഇൻറ്റു 1 + y -1 ഇൻറ്റു 1 ഇങ്ങനെയാണല്ലോ ഡിറ്റർമിനൻറ്റ് കാണുന്നത്. സി, ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ആദ്യം ഈ 1 + x എടുക്കും, ഇൻറ്റു 1 + y, ദെൻ -1 ഇൻറ്റു 1. അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. ഇത്രയും 1 ഇൻറ്റു ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആണ്, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. ദെൻ 1 + x ഇൻറ്റു 1 + y -1 ഇൻറ്റു 1 1 തന്നെ. നെക്സ്റ്റ് മെട്രിക്സ് എടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? 1 ഇൻറ്റു 1 + y 1 + y തന്നെ, -1 ഇൻറ്റു 1 1 തന്നെ. ഇങ്ങനെ വരും, ഇത്രയും വരും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു മെട്രിക്സ് 1 ഇൻറ്റു 1 1 ആണ്, -1 + x ഇൻറ്റു 1 1 + x തന്നെ. ദെൻ അതിങ്ങനെ കിട്ടും, 1 - 1 + x. സോ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. 1 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ളത്, -1 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ളത്, +1 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ളത്. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഈ ഓരോ ഇക്വേഷനും ഓരോന്നായിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഫസ്റ്റ് ഇതിന് വേണ്ടി ഇത് പഠിപ്പിക്കുന്നത്. ഇത് നോക്കിയേ, 1 + x ഇൻറ്റു 1 + y ആണ് നിൽക്കുന്നത്. 1 + x ഇൻറ്റു 1 + y ഇത് നമുക്ക് ചുമ്മാതങ്ങ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 1 + x ഇൻറ്റു 1 + y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a + b ഇൻറ്റു a + bക്ക് തുല്യമാണ്. ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ. a + b ഇൻറ്റു a + b എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണ്. അപ്പോൾ മാത്തമെറ്റിക്കലി ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് 1 + x ഇൻറ്റു 1 + y എന്നൊരു ഫോർമാറ്റിലാണ്. 1 + x ഇൻറ്റു 1 + y നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആണെന്നും പറ്റത്തില്ല. പകരം നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ഫോർമാറ്റിലാണ്. a + b ഇൻറ്റു a + b എങ്ങനെ സോൾവ് ചെയ്യാം? a² + 2ab + b², a² + 2ab + b². ഇതിങ്ങനെ തന്നെ സോൾവ് ചെയ്യണം. സോ
എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇവിടെ 1 ആണ്. 1 + x × 1 + y എ എന്ന് പറയുന്നത് ഈ 1കളാണ്. 1ഉം 1. അപ്പോൾ 1 × 1 1 തന്നെ. എ സ്ക്വയർ 1 തന്നെ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ ആണ്. 1 തന്നെ. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് 2ab എന്നാണ് എടുക്കേണ്ടത്. 2ab എന്ന് പറഞ്ഞാൽ a × b + a × b എന്നാണ്. 2 തവണ ab. a × b 2 തവണ എടുക്കുക. a × b 2 തവണ. 2ab 2 തവണ ab എന്നാണ്. 2 തവണ ab എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു എ ബി എക്സ് ഇൻറ്റു 1 ആണ്. എ ബി 1x. അടുത്ത എ ബി എന്ന് പറയുന്നത് 1y ആണ്. 1x 1y. അപ്പോൾ 1x 1y എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഡോ എ ബി എ ബി എ പ്ലസ് ബി എന്നായി കിടക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 2ab വേണം. എ ബി 2 തവണ, എ ഇൻറ്റു ബി 2 തവണ, അതായത് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി. ഇതാണ് 2ab എന്ന് പറയുന്നത്. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി ആണ് നമ്മൾ 2ab എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 1 × x ആണ്. അടുത്ത എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 1 + y ആണ്. അപ്പോൾ 1 അംഗങ്ങളാ, എക്സും വൈയും മതി. സോ എക്സ് പ്ലസ് വൈ. 2ab എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് പ്ലസ് വൈ. ദെൻ ബി സ്ക്വയർ. ബി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എടുത്താൽ മതി. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ബി ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ. സോ പ്ലസ് എക്സ് വൈ. ഇത്രയും വരും. ഇത്രയാണ് എൻ്റെ കാൽക്കുലേഷൻ. 1 + x + y + xy. ദെൻ ഈ -1 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. -1. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത്രയും 1 + x × 1 + y ചുമ്മാതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് a + b × a + b ഫോർമാറ്റിലാണ്. സോ a² + 2ab + b² ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ a 1ഉം 1ഉം ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, മനസ്സിലാക്ക്. ദെൻ 2ab എ ഇൻറ്റു ബി 2 തവണ. ആദ്യത്തെ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1 × x 1 × y. അപ്പോൾ എക്സും വൈയും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ x + y ആണ് ഈ 2ab എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബി സ്ക്വയർ. ഇവിടെ x ആണ് ബി, ഇവിടെ y ആണ് ബി. അപ്പോൾ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബി സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് xy. ദെൻ ഇവിടെയുള്ള ഈ -1 അതുപോലെ തന്നെ താഴോട്ട് ഇറക്കി. ഈ ഒരു ലൈനിന് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് അങ്ങോട്ട് വെച്ചിരിക്കുവാണ്. അവിടെ വേറെ ഒരു കാൽക്കുലേഷനും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. സോ നമുക്കിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്, ഈ ലൈനിൽ വന്ന് നിൽക്കുവാണ്. 1 × 1 + x + y + xy -1. വീണ്ടും -1 × 1 + y -1 + 1 × 1 - 1 + x. ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഓക്കെ. ദെൻ ശ്രദ്ധിച്ചിരുന്നോ, ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആവും. ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആയാൽ പിന്നെ ഇത്രയേ ഉള്ളൂ. 1 × x + y + xy. ഇനി നോക്കിക്കോണേ. ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഉള്ളത് -1 × y മാത്രം. ദെൻ ഇവിടെ നോക്കിക്കോണേ, ഇവിടെ ശ്രദ്ധിച്ചോണേ. 1 - ഇത് നോക്കിക്കോ, 1 - 1 + x എന്നായി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 1 - 1, അപ്പോൾ ഈ 1ഉം 1ഉം ക്യാൻസൽ ആവും. മൈനസ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ -x ആണ്. സോ 1 × -x എന്ന് വരും. അത് ഒരിക്കൽ കൂടെ കേട്ടോ, ആ ലൈൻ ഒരിക്കൽ കൂടെ കേട്ടോ. ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ബാക്കിയുള്ളത് 1 × x + y + xy. ഇനി നോക്കിക്കോണേ, ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഉള്ളത് -1 × y മാത്രം. ഇനി ഇവിടെ നോക്കിക്കോ, ഇത്രയും 1 - 1 + x ആണ്. അപ്പോൾ 1ഉം 1ഉം ക്യാൻസൽ ആവും. ഈ +x എന്ന് പറയുന്നത് -x ആവും. കാര്യം ഇവിടെ മൈനസ് ആണ്. -+x എന്നാണ്. -+x എന്ന് പറഞ്ഞാൽ -x ആയിട്ട് വരും. സോ ഇവിടെ ഈ ലൈനിലെത്തി. 1 × x + y + xy -1 × y + 1 × -x ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഇനി ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1x x ആണ്, 1y y ആണ്, 1xy xy ആണ്. സോ x + y + xy -1 × y എത്രയാ? -1 × y -y ആണ്. പ്ലസ് 1 × -x എത്രയാ? 1 × -x -x ആണ്. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുവാണ്. x + y + xy -y -x നിൽക്കുവാണ്. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാ +x ഉം -xഉം ക്യാൻസൽ ആവും. +y-ഉം -y-ഉം ക്യാൻസൽ ആയാൽ പിന്നെ ബാക്കിയുള്ളത് xy മാത്രമാണ്. അതാണല്ലോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്.
ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് അവസാനിക്കുമ്പോൾ എക്സ് വൈ മാത്രമേ ബാലൻസ് കാണാവൂ. ദാ എക്സ് വൈ മാത്രമേ ബാലൻസ് ഉള്ളൂ. പ്രൂവ് ചെയ്തു, 4 മാർക്ക് കിട്ടി. ഇത്രയേ ഉള്ളു കേസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതാണ്. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോർമാറ്റാണ്. അപ്പോൾ അത് നമ്മൾ a² പ്ലസ് 2ab പ്ലസ് b² എന്ന് തന്നെ എഴുതി ചെയ്യണം. പിന്നെ നെഗറ്റീവും പോസിറ്റീവും നല്ലതുപോലെ നോക്കിക്കോണം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും കേട്ടോ. വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. നെഗറ്റീവും പോസിറ്റീവും നല്ലതുപോലെ നോക്കിക്കോണം. ഇപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ക്യാൻസലാവും. പോസിറ്റീവും നെഗറ്റീവും ക്യാൻസലായാൽ ബാലൻസ് അവിടെ എക്സ് വൈ മാത്രമാണ്. ഇങ്ങനെയാണ് ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്.